എന്റെ മോനെ കൊടുത്തിരിക്കും, എന്റെ മോനെ കൊടുത്തിരിക്കും, എന്റെ പൊന്നെ സുഖിച്ചേ, നീ കളഞ്ഞിട്ട് പോയാണ്. നിന്നെ മുട്ടാശാമല്ലടാ നിന്നെ കുട്ടിക്ക് കൊടുത്തത്, നിന്റെ കൊണ്ടാളിയെ തന്നെ നിന്റെ ചോറ് കിട്ടത്, എന്റെ മുട്ടാശാമണ എന്നെ കുട്ട തന്നെ വെട്ടി കൊടുത്തത്. ഈ വിധി പൊതുവിൽ സമൂഹത്തിനൊരു നല്ല മെസ്സേജ് പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. കാരണം ഗുണ്ടകളായിട്ടുള്ള കുറേ പ്രതികൾ പട്ടാപ്പകൽ ഒരു വീടിനകത്തിട്ട് ഒരാളെ വെട്ടിക്കൊന്ന് കാലും ഒക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയ ശേഷം പിന്നീട് സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇനി അത് നടപ്പില്ല എന്ന വലിയ മെസ്സേജാണ് ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജി എ ഷാജഹാൻ ഇന്ന് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഇതിലെ പ്രതികളായിട്ടുള്ള പല ആളുകളും നിരവധിയായിട്ടുള്ള കേസുകളിൽ പെട്ട് വിചാരണ നടക്കുമ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമുള്ളവരാണ്. അവർക്ക് ആ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായത്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ പിന്നെ എന്ത് കാരണമാണെന്നും ഏത് കാരണമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് തൊട്ട് ഇവനെയൊക്കെ 11 പേരെയും തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെ ഒക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. മൊത്തം 11 പ്രതികളിൽ 1-ാം പ്രതിയാണ് വളരെ ക്രൂരമായി ഒരു ബോഡി പാർട്ട് തന്നെ വെട്ടിയെടുത്ത് ആർത്ത് വിളിച്ച് ഉല്ലസിച്ചുകൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. അതൊരു ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്നും റെയറസ്റ്റ് ഓഫ് റെയർ ആണ് എന്നുമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. 3-ാം പ്രതിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രതിയെ അന്വേഷിച്ച് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ അന്വേഷിച്ചു വരികയും അദ്ദേഹം ഏകദേശം 18ഓളം കേസുകൾ, മറ്റ് കൊലപാതക കേസുകളിലടക്കം 18ഓളം കേസുകളിൽ പ്രതിയായതുകൊണ്ട് അയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആയതുകൊണ്ട് അയാൾക്കും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അത് കോടതി നിരസിച്ചു. എന്നാൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത്. എന്റെ സഹോദരങ്ങൾ ഈ കല്ലെറിയുന്നുണ്ട്, എന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് സാറേ, എന്റെയൊക്കെ കൊണ്ട് സംഘങ്ങളാണ് സാറേ കല്ലെറിയുന്നത്. എന്റെ പൊന്നുമോനെ വന്നു സാറേ, എന്റെ മോനാന്റെ ഇവിടെ കാലുകൊടി കത്തുന്നു സാറേ, എന്റെ അപ്പയ്ക്ക് എന്റെ മോന്റെ പിന്നേക്ക് തന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.